സാധനം ഇതിൽ അമ്മ വലിയ എന്തോ ആണ്, എനിക്ക് പേടിയാവണ്. ചേടാ അത് ഇവിടെ ഇങ്ങനെ തങ്ങി നിക്കുക. ഹലോ ഗായ്സ്, വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. ഗായ്സ് നമ്മൾ കുറെ നാളെ ഇപ്പൊ ഫിഷിങ്ങിന് പോയിട്ട്, അപ്പൊ ഇന്ന് നമ്മളെ കടലിലാണ് കേട്ടോ ഫിഷിങ്ങിന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കടലിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. അവിടെ പറ്റില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ ചാവക്കാട് ഫിഷിങ്ങിന് വരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും ഇന്നത്തെ മഴന്റെ ഒക്കെ അവസ്ഥ പോലെ ഇരിക്കും നമ്മുടെ ഫിഷിങ്. ഗൈസ് മഴ കിട്ടി, വലിയ മഴ. അതുകൊണ്ട് കോട്ട് ഇട്ടിട്ട് പോകണ്ട, നമുക്ക് ഈ മഴ ചെറുതായിട്ടൊന്ന് ഒതുങ്ങുമ്പോ നമുക്ക് പോവാട്ടോ. ഗൈസ് മീന് മേടിച്ചിട്ടാ, നമ്മുടെ ഫിഷിങ് ചെയ്യാൻ വേണ്ടി വന്നാണ്. പക്ഷെ കടല് കുറച്ചധികം സീനാണ് കേട്ടോ. അതുകൊണ്ട് മുട്ടിലൊന്നും ആരും ഇല്ല. അതേ കണ്ടോ, ആ മുട്ടിലാകെ 2 പേരേ ഉള്ളൂ. നമ്മൾക്ക് ഫിഷിങ് ചെയ്യണത് ഇവിടെ ഭയങ്കര ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നണത്. ഭയങ്കര തിരമാല നോക്കിക്കോട്ടോ, കണ്ടോ വലിയ വലിയ തിരമാലകളാണ് വരുന്നത്. ആ മുട്ടില് കുറച്ച് പേരുണ്ട്, പക്ഷെ ഈ മുട്ടില് കണ്ടോ ആരുമില്ല, ആകെ 2 പേരേ ഉള്ളൂ കേട്ടോ. ഫിഷിങ് ചെയ്യാൻ ഇവിടെ പറ്റില്ല, കാരണം മീനടിക്കില്ല. പിന്നെ അതല്ലാണ്ട് പേടിച്ച് നിക്കണം നമ്മള്. അയ്യോ ഇപ്പൊ വലിയ തിര വരും പറഞ്ഞിട്ട്. പക്ഷെ എന്ത് ചെയ്യും നമ്മൾ ഗൈസ്, ഇത്ര ദൂരെ വന്നിട്ട് നമ്മൾക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് നോക്ക്, ആരോ ഫുള്ള് ഇത് ഈ സംഭവം കൂട്ടി വെച്ചിരിക്കണത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. മല പോലെയുണ്ട്, മല, ചെറിയ മല. ഗൈസ് ഗൈസ് ഇവിടത്തെ അവസ്ഥ ഇങ്ങനെയാണ്. സോ നമ്മളെ ചാവക്കാട് പോവാന്ന് ഉദ്ദേശിച്ചു, പക്ഷെ കാര്യമില്ല ഗൈസ്. ചാവക്കാട് പോയിട്ടും കാര്യം ഉണ്ടാവില്ല, കടലിൽ നിന്ന് സീനായതുകൊണ്ട്. നമ്മളിന്ന് വേറെ എവിടെങ്കിലും ഫിഷിങ്ങിന് പോവേണ്ടി വരും. കണ്ടോ കടല്, ഇതാണ് ഗൈസ് കടലിന്റെ അവസ്ഥ. ഇന്ന് ഒരു ബോട്ടും ഇല്ല കടലിൽ, കണ്ടോ ഒരു ബോട്ട് പോലും കടലിലില്ല. സോ നമ്മള് ഭയങ്കര സീനാണ്, മീൻ കിട്ടില്ല. കിട്ടും, പക്ഷെ അത് ഏട്ടക്കൂരി ആയിരിക്കും. നമ്മള് ചെമ്മീൻ ഇട്ടിട്ട് ഏട്ടക്കൂരി പിടിക്കണ്ട ഗൈസ്. നമ്മൾക്ക് വേറെ ഫിഷിങ് എന്തെങ്കിലും ട്രൈ ചെയ്യാം, ഇത് കാര്യമില്ല ഗൈസ്. ഇവിടെ എന്തായാലും ചൂണ്ടാൻ വേണ്ടി പറ്റില്ല. സൺഡേ ആയി ഇങ്ങനെയൊന്നും അല്ലോട്ട് തിരക്ക്, നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അത് പേടിച്ചിട്ടാ വന്നത്. അപ്പൊ നമ്മൾക്ക് എന്തായാലും ഈ സീ ഫിഷിങ് നടക്കില്ല. നമ്മൾക്ക് വേറെ സ്പോട്ടിൽ പോയി നോക്കാട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇവിടെ നിന്നെങ്കിലും കുറച്ചു നേരം നിന്നിട്ട് നോക്കാം, കാരണം ഇന്ന് കാലാവസ്ഥ ശരിയില്ല ഗൈസ്. അതുകൊണ്ട് മീൻ കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മൾ പരിശ്രമിക്കുന്നതായിരിക്കും. ചിലപ്പോൾ എങ്ങാനും ഇനിയിപ്പോൾ വലിയ മീൻ അടിച്ചാലോ. പട്ടി നായ ഒന്നല്ലേ, പന്നി ചേടാ അത് ഇവിടെ ഇങ്ങനെ തങ്ങി നിക്കുക. ഗൈസ് നിങ്ങൾ കണ്ടില്ലേ, അതന്നെ അത് ഇതേ കണ്ടോ, അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഒരു ചേട്ടൻ. അവിടെ നിന്ന് പാവ ആൾ അവിടെ നിന്ന് അങ്ങോട്ട് ആക്കി വിട്ടതാണ് കേട്ടോ അതിനെ. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട് ഇതിങ്ങനെ റൗണ്ട് അടിച്ച് കളിക്കുക. പട്ടി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടാ, ഭയങ്കര സ്മെല്ല്. സോ ഞാൻ വിചാരിക്കണം നമ്മൾക്ക് ഈ സ്പോട്ടിൽ എന്താ പറയുക, ഒരു സമാധാനമായിട്ട് നിന്നിട്ട് നമ്മൾക്ക് ചൂണ്ടാൻ വേണ്ടി പറ്റില്ല. നമ്മൾക്ക് വേറെ സ്പോട്ടിൽ പോവാട്ടോ. നല്ല മഴയാണ് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ഷെഡിന്റെ മേലെ കയറി നിന്നാണ്. അതിന്റെ അവസ്ഥ കാണിച്ചു തരാം, അതേ കണ്ട. ഓ ഈ സംഭവങ്ങളൊക്കെ ഇല്ല, ഷീറ്റൊക്കെ അങ്ങോട്ട് മറിഞ്ഞോ, എന്ത് വീതി ഇത്. മഴ മഴത്തം കൊള്ളടുക. നമ്മളെന്തായാലും ചൂണ്ട വന്നതല്ലേ, എന്തായാലും നമുക്ക് ചൂണ്ടി നോക്കാം ഈ മഴയത്ത്. ഇതേ അവിടെ തോണിയിലൊരു ചേട്ടൻ പോകുന്നുണ്ട് കേട്ടോ. ഗൈസ് നിങ്ങൾക്ക് ഫിഷിങ്ങിന് പോകാൻ പറ്റുന്നുണ്ടോ? ഇവിടെയാണെങ്കിൽ നല്ല മഴ അല്ലെങ്കിൽ വെയില് പിന്നെ സഹിക്കും. ഈ മഴയാണ് എനിക്ക് സഹിക്കാൻ പറ്റാതെ കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും മഴ ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും. ഗൈസ് നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു മീൻ ഇട്ടിട്ടോ സിമ്പിളായിട്ട് പിടിച്ചു. ഗൈസ് ഞാനിവനെ ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ. ഇതേ കണ്ടോ, പിന്നെ നല്ല രീതിക്ക് ഹുക്കപ്പൊക്കെ ആയിട്ടുണ്ട്. കണ്ടാ, ഇത് കാണുമ്പോൾ ഞാൻ കോർത്തിട്ട പോലെയൊക്കെ തോന്നും, പക്ഷെ ഞാൻ അടുത്തത് നിങ്ങൾക്ക് ലൈവായി പിടിച്ച് കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ ഇതുവരെ പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവനെ തിന്നാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഏകദേശം ഒരു ഹമൂറിന്റെ ചെറിയമ്മന്റെ മകന്റെ രൂപമൊക്കെ പോലെ ഉണ്ട് കേട്ടോ. കണ്ടോ അയ്യോ, തിന്നാൻ പറ്റൂ ഗൈസ് ഇവനെ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറെ നാളുകൾക്ക് ശേഷം നമ്മള് ഒരു മീൻ പിടിച്ചിരിക്കുന്നു ഗൈസ്. മുള്ളൊന്നും കാണാനില്ല. എന്തായാലും നമ്മൾക്ക് ഇവനെ പിടിക്കണം. പക്ഷെ ഇവൻ കുത്തൊന്നും അറിയില്ല കേട്ടാ. കൊമ്പ് കാണാനില്ല. ഇത് കൊമ്പാണോന്ന് അറിയില്ല. ഇത് കൊമ്പാണോ? എല്ലല്ലേ ഭാഗ്യം. പക്ഷെ എവിടേക്കാ മുള്ളുണ്ടെന്ന് പറയാൻ പറ്റില്ല. കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ. വരാലിന്റെ കുട്ടിനെ പോലെ ഉണ്ട് കേട്ടോ കാണാൻ.
എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയ്യോ പേടിച്ച്. നമുക്കിനി ഇവനെ കൂടുതലാക്കണ്ട. പിന്നെ ഇല്ലേ ഗൈസ്, ഇത് കഴിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കമൻറ്റ്. അമ്മ അവൻ്റെ വായെന്ത് ഇത്ര വലുതാ ഇത്. തയ്യൊക്കെ പോയി കണ്ടോ. ഓ മൈ ഗോഷ്, സീനി. ഇവനെ എന്താ ചെയ്യണ്ടേ? റിലീസ് ചെയ്യണോ? റിലീസ് ചെയ്തല്ല, എന്നിട്ട് നമ്മൾക്ക് അടുത്ത മീൻ പിടിക്കാം കേട്ടോ. എന്നാ നമ്മൾക്ക് ഇവനെ റിലീസ് ചെയ്യാം ഗൈസ്, അതാ നല്ലത്. ഗൈസ് ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഓ നമ്മൾ ആദ്യമായിട്ട്. ഇതിൻ്റെ പേരെന്തുവാ? ഇതിൻ്റെ ഹമൂറിൻ്റെ തല പോലെ ഉണ്ട് കേട്ടോ. ഹമൂറിൻ്റെ തലയും വരാലിൻ്റെ ബോഡിയും വെച്ചിട്ട് നടക്കുന്ന ഒരു മീനോ. അതിൻ്റെ വാലൊക്കെ നല്ല ഭംഗിയുണ്ട്. പശ പോലെ ഉണ്ട്. ഇത് കണ്ടോ ഒട്ടാണ്. അതായത് നമുക്ക് പിന്നെ റിലീസ് ചെയ്യവേ. പൊക്കോടാ പൊയ്ക്കോ. യെസ്, റിലീസ് ചെയ്യട്ടെ. പൊയ്ക്കോ. എവിടെ വെള്ളം എത്തുന്നില്ല. അവനെ നമ്മൾ റിലീസ് ചെയ്തേ. നമ്മളിനി അടുത്ത വലിയ മീൻ പിടിക്കട്ടോ ഗൈസ്. നമുക്ക് ചെമ്മീനിലാണ് കേട്ടോ കിട്ടിയത്. ചെറുതായിട്ട് കോർത്തിട്ടു, പെട്ടെന്ന് തന്നെ നമ്മൾക്ക് കിട്ടിയിട്ട് ആ മീന്. അപ്പോൾ ഇനിയും നമ്മൾക്ക് കുറേ മീൻ പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ 9 ആണ് തോന്നുന്നു ഹുക്ക് സൈസ്. 9 or 8 അത് അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പകുതി ചെമ്മീൻ ഷെല്ല് കളഞ്ഞിട്ട് ഇതിങ്ങനെ കോർക്കുന്നു. പിന്നെ ഞാൻ ചെറുതായിട്ട് ഈ ഒരു വെയിറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞിട്ടില്ല. ഇതിങ്ങനത്തെ ഒരു വെയിറ്റ് ആണ്. അത് ഇടുക. എന്നിട്ട് ഞാൻ ഇപ്പം ഗൈസ് 2 മിനിറ്റിൽ ഞാൻ പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. 2 മിനിറ്റ് മതി. അയ്യോ വെള്ളമൊക്കെ ഇളകണം. എന്നിട്ട് കുറച്ച് നമ്മൾ ഇറക്കിയിടാം. ചൂണ്ട ഇങ്ങനെ ലൈന് ഇങ്ങനെ താഴ്ക്കോട്ട് പോക്കോട്ടെ. കുറച്ച് പോയാൽ മതി കേട്ടോ. കൊത്തുണ്ടോ? അപ്പം തന്നെ കൊത്താൻ തുടങ്ങിയ ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ മീൻ പിടിച്ചത്. അതുകൊണ്ട് ഇവിടെ തന്നെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണു. നോക്കട്ടെ കേട്ടാ. ഇറങ്ങിയത് പോരാ തോന്നുന്നുണ്ട്. കുറച്ചുകൂടി നമുക്ക് ഇറക്കി വിടാം. കുറച്ച് ഇങ്ങോട്ട് ഇറക്കി വിടാം കേട്ടോ. അതോ തീറ്റ പോയാ അത്ര പെട്ടെന്ന്? അതെന്തിട്ടാ അങ്ങനത്തെ പരിപാടി? ഇത്ര പെട്ടെന്ന് തീറ്റ പോയാ? മീനപ്പോൾ കൊണ്ടുപോയി തോന്നുന്നുണ്ട്. നമ്മൾക്ക് അടുത്ത് വേഗം തന്നെ ഇടാം കേട്ടോ. ഞാനെന്തായാലും ലൈവായിട്ട് നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചു തരാം മീൻ. എനിക്ക് അത്ര ഇഷ്ടമായി ഗൈസ്. അധികം എഫേർട്ടേ ഇല്ല. അവൻ തന്നെ കുളത്തിൽ കയറി ഇരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഹുക്കപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമേ വന്നില്ല. അപ്പം നമ്മൾക്ക് ഇവിടെ ഇതിങ്ങനെ ഇടാം. ഇവിടെ ഇങ്ങനെ ഇടാം. കുറച്ച് ഇറങ്ങിക്കോട്ടെ. ഇതിവിടെ നിന്നാണ് നേരത്തെ പിടിച്ചത്. കുറച്ച് ഇറങ്ങി മതി കേട്ടോ. കുറച്ച് ഇറങ്ങിയാൽ മതിയേ. എന്നിട്ട് ഇങ്ങനെ അൺലോക്ക് ചെയ്യാം, അല്ല ലോക്ക് ചെയ്യാം. ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് അവന്മാർ കൊത്തില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നാലും കുറച്ച് നേരം നോക്കാം നമുക്ക്. കുറച്ചും കൂടി ഇറങ്ങി പൊക്കോട്ടെ. തീറ്റ പോയാ? അതാ തീറ്റ പോയി. പെട്ടെന്ന് തീറ്റ കൊണ്ടുപോകണം കേട്ടാ. ഞാൻ അറിയണ പോലുമില്ല അവന്മാർ കൊത്തുന്നത്. ഇത് കാറ്റത്ത് മണ്ടയിൽ വന്ന് വീഴുവോ? എനിക്ക് അതാണ് പേടി. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും. ഓക്കെ. ഇത് കണ്ടോ, തീറ്റ ഇങ്ങനെ കോർത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുന്ന താമസം അവന്മാർ കൊത്തിട്ട് പോകണമെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾക്കിതിൽ ഭയങ്കര ശ്രദ്ധിച്ച് നിൽക്കട്ടോ. ശ്രദ്ധിച്ച് നിൽക്കാം. ഇപ്പം ഞാൻ പിടിച്ച് കാണിച്ചു തരാം മീൻ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ചലഞ്ച് ചെയ്യുന്നത്. ലൈവായിട്ട് 2 മിനിറ്റിൽ മീൻ പിടിക്കുന്നത്. 2 മിനിറ്റിൽ മീൻ കിട്ടും. നമുക്ക് കിട്ടും ഗൈസ്. തീറ്റ പോയി നോക്കട്ടെ. അതെന്ത് മായാജാലം ഗൈസ്. കൊത്തുന്നത് നിങ്ങൾ കണ്ടോ? അതെന്തിട്ട് അങ്ങനെ? യുവന്മാര് ഭയങ്കര സാധനം തിന്നിട്ട് പോണതും പോലും അറിയാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ എന്തായാലും ലൈനൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. ഇപ്പോഴൊന്നും കൊത്തുന്നില്ല. എനിക്ക് കൊത്തുന്നത് ഫീല് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഇത് മീനാണോ പാമ്പാണോ? എന്നിട്ട് സാധനം ആമയോ? തീറ്റ പോയി. ഇതിവിടെ എന്തൊരു സാധനം ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇതെന്താന്ന് നോക്കട്ടെ. ഞാൻ എനിക്ക് തീറ്റിട്ട് കൊടുക്കട്ടെ കേട്ടാ. അയ്യോ പോയി. ഗായ്സ് മീന് തിന്നണ നോക്കിക്കോട്ടെ. ഓ മൈ ഗോഷ്. ഞാൻ ഇപ്പം കാണിച്ചു തരാം. ലൈവായിട്ട് കാണിച്ചു തരാട്ടാ. നോക്കിക്കോ, നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കോ. ഇത് എന്തിട്ടൊക്കെ മീന്? ഇതൊക്കെ എന്തൊക്കെ സംഭവം? അയ്യോ എടാ, ഒരു മയത്തിലൊക്കെ തിന്നടാ.
കോരി വലിയിൽ നമുക്ക് മീനുകൾ കോരിയെടുക്കാം, അത്രയ്ക്കും അധികം. ഗൈസ് ഇവിടെ ആരൽ കിട്ടുമോ? എനിക്ക് ആരൽ പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇത് വേറെ മീന്, ആ എത്ര തരം മീനാ. കുറേ മീനുകളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചൊന്നുമല്ല കുറച്ചധികം. കൊത്തുന്നുണ്ട്. തീറ്റ പോയി. പക്ഷെ എന്ത് കഷ്ട നോക്കണേ ഗൈസ്. വലിയ മീൻ ഇതിൽ പെട്ട് കിടക്കണ്ടേ. അയ്യോ പിടിച്ച് വലിക്കണ്ട കേട്ടാ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ആരല് കിട്ടിയാ? കണ്ട നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. ഇതാ പിടിച്ച് അവൻ പിടിച്ച് വലിക്കുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോൾ വലിയ പാമ്പ് എന്തെങ്കിലും കിട്ടും. പാമ്പാണോ പടച്ചനെ? ഇതാ കണ്ടോ ഇത് നോയിക്കുതാ. കണ്ട ഇതിൽ പെട്ട് കിടക്കുന്നുണ്ട്. ഇതിന്റെ ഞാൻ ഇവിടെ ഇല്ലേ തീറ്റ അവിടെ ഇട്ട് വെച്ചതാണ് ചുമ്മാ. പക്ഷെ അത് ഇങ്ങനെ ചേടാ എന്തായിരിക്കുന്നാലും ഇറങ്ങി വീഴുവോ? ഒന്ന് വീണതിന്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും. അവിടെ ബോട്ടും പോണു. അയ്യോ ഇതിപ്പോ എങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ച് വലിച്ചെടുക്കും? ആരല് പോലത്തെ എന്തോ മീനാന്ന് തോന്നണത് കേട്ടോ. ഇത് അനങ്ങുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിടന്ന അനങ്ങുണ്ട്. ഗൈസ് നമുക്ക് എന്തോ വലിയ മീൻ അടിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇതിപ്പോ? ഏത് ഓട്ടിൻ്റെ ഉള്ളിൽ അവൻ കൊണ്ടുപോയത്? ചേടാ ഞാൻ ആരെല്ലാ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട കൊണ്ടുപോണ്ട്. പക്ഷെ എന്ത് പാടച്ചോനി. അയ്യോ ചേടാ ഇത് ഇപ്പൊ പാമ്പായിരിക്കോ? പാമ്പ് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം വരുവോ? ചുമ്മാ തീറ്റ ഇവിടെ ഇട്ടതാ, പക്ഷെ എന്തോ കൊണ്ടുപോയി. ഞാൻ കണ്ടുമില്ല അത്. ഇതിപ്പോ പാമ്പാണെങ്കിൽ എന്ത് ചെയ്യും? പാമ്പാണോ എന്താന്ന് അറിയില്ല. പക്ഷെ ഇത് ഉള്ളിക്ക് കൊണ്ടുപോണ്ട്. എനിക്കാണെങ്കിൽ ഇത് എന്തൊട്ട് സംഭവിച്ചു. ഞാനാണെങ്കിൽ അവിടെ ചുമ്മാ തീറ്റിട്ട് വെച്ചു. വേറെ ഒരു ചെറിയ മീനിനെ ഞാൻ ടാർഗറ്റ് ചെയ്ത്. ഇത് കണ്ടോ കൊണ്ടുപോണ്ട് ഗൈസ്. ഇതിപ്പോ എന്ത് മീനായിരിക്കും ഒരു പിടിയുമില്ല. സാധനം ഇതിൽ അമ്മ വലിയ എന്തോ ആണ്. എനിക്ക് പേടിയാവണ്. വലിയ എന്തോ ഒരു സാധനം ഇങ്ങനെ പോണ്. ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അവൻ എന്നെ അങ്ങോട്ട് പിടിച്ചിട്ട് പോകണം. എനിക്ക് എന്തോ പോലെ. എനിക്ക് പാമ്പൊക്കെ ആണെങ്കിൽ പേടിയാണ്. ഇതിപ്പോൾ ഓട്ട് കാണാനില്ല. നീ കുഞ്ഞു ഓട്ടാ. അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ ഇത് ഏതിൽ കൂടിയോ വന്ന് കൊണ്ടുപോയിരിക്കുക തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് പിടിച്ച് വലിച്ചാൽ വീരണമില്ല. അവനെ ലോക്കായി ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അതാണ് അതിൻ്റെ സത്യം. അയ്യോ കാലിൽ വല്ല പാമ്പിരിക്കുന്ന. ഗൈസ് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ ഒരു കോല് നമുക്ക് വേണം. നമുക്ക് കോല് എടുത്തിട്ട് നമുക്കിനിയിപ്പോൾ ആ ഒരു സെറ്റപ്പിൽ നോക്കാം. ആദ്യം ഇവിടെ തൊട്ട് ഷോക്ക് അടിക്കുക നോക്കട്ടെ. ഷോക്ക് അടിക്കണില്ല. ഓക്കെ കോല് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കട്ടെ. ഞാൻ ഉദ്ദേശിക്കണത് സെറ്റായാൽ നമുക്ക് മീൻ അല്ലെങ്കിൽ പാമ്പ് അല്ലെങ്കിൽ ആരല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അല്ല എനിക്ക് പേടിയാവണം. നോക്കട്ടെ. കണ്ണ് കാണുന്നില്ല. ഗ്ലയർ അടിച്ച് വെള്ളമൊക്കെ അനങ്ങിയപ്പോൾ കണ്ണ് കാണുന്നുണ്ട്. ദേ വെയിറ്റ് പൊട്ടിപ്പോയി. ഇതോ ഓ മൈ ഗോഷ്. ചെറിയ ആളല്ല, വലിയ കൊമ്പനാണെന്ന് എനിക്ക് തോന്നണത്. ഗൈസ് മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം നമ്മൾ പൊട്ടിച്ചെടുത്തിരിക്കുകയല്ല, പൊട്ടി വന്നു കേട്ടോ. അത് എന്തുട്ടാ മീന് എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഇതാ കണ്ട. എന്തായാലും ഇതിങ്ങനെ നല്ല രീതിക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഒരു ആരല് കിട്ടിക്കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ച്. കുഴപ്പമില്ല. ഇനി നമ്മൾക്ക് എന്തായാലും വേറെ മീൻ പിടിക്കാം. അവൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഗായ്സ് നമ്മുടെ ഒരു വലിയ മീൻ പോയതിൻ്റെ സങ്കടത്തിൽ ഞാൻ വീണ്ടും മീൻ പിടിക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ വലിയ മൂർഖമ്മൊക്കെ ആണെങ്കിലും അത് എനിക്കതാ പേടി. ഒരു കറുപ്പ് കളർ സാധനം. ഇത് ചെമ്മീന് പോലത്തെ ഒരു ചെമ്മീൻ്റെ കറുപ്പ് കളർ ചെമ്മീൻ ഉണ്ടോ? ഇത് ഈ കൂടെ എങ്ങനെ ഓടുന്നുണ്ട് സ്റ്റെപ്പിൽ കൂടെ. നമ്മൾക്ക് എന്തായാലും ഒരു 2-3 മീനും കൂടി പിടിച്ചിട്ട് പോവാം. ഒരു മീൻ ഇനി പിടിക്കണം. ഒരു മീന് പിടിച്ചു. ഇനി ഒരു മീന് പിടിക്കണം. ഒരു 2-3 മീന്, അങ്ങനെ ഒരു 10 മീന് പിടിക്കാം. കൊത്തുണ്ട് കേട്ടോ. കൊത്തുണ്ട്. അതാ എന്ത് കഷ്ടാണ് കൊണ്ട് കുടുക്കി വെച്ചവൻ. അയ്യോ എന്നെ മണ്ട. കിട്ടി. ഏതോ മീനായിരുന്നു ഗൈസ്. തീറ്റ കൊണ്ടുപോയി. കുറച്ചധികം നേരമായി നമ്മൾ അന്നദാനം നടത്താൻ തുടങ്ങിയിട്ട്.
50 രൂപയ്ക്ക് ചെമ്മീൻ മേടിച്ചതാ. കിട്ടിയത് കണ്ടില്ലേ, ഒരു ചെറിയ മീന്, ഒരു ചെമ്പല്ലിയോ ഒരു കുട്ടി വല്ല വാളയോ അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഗൈസ്, നല്ല നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ, നമ്മൾ അവിടെയൊക്കെ വന്നിട്ട് ഫിഷിങ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇവിടെ എടുത്ത് നോക്കട്ടെ. ഞാനില്ല ഈ കളിക്ക്, എന്ത് കഷ്ടമാണ്. ഇതിപ്പോൾ എത്രാമത്തെയാണ് നോക്കണേ. തീറ്റ കഴിയാറായി, കണ്ട തിന്നാൻ കൊണ്ടുവന്ന് കഴിയാറായി. എന്നാലും എനിക്ക് അറിയാൻ പോലും പറ്റുന്നില്ല. നമുക്കേ ഒന്ന് ഫുള്ള് ഇട്ട് നോക്കിയാലോ? ഒന്ന് ഫുള്ള് വേണ്ട, ഇത്ര ഇട്ട് കൊടുക്കാം. ഇതെന്താണ് എത്ര പെട്ടെന്ന് തീറ്റ കൊണ്ടുപോകണില്ലേ? അല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുത്താലോ? കുറച്ച് ഇതിലെന്തായാലും അവന്മാർ കുടുങ്ങണം. ഇത്ര ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഇത്ര ഇതിൽ കിട്ടുമോ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഓക്കെ, സെറ്റാണ്. ഒരു മീനും കൂടി പിടിച്ചിട്ട് പോവാം ഗൈസ്. എനിക്ക് തല കറങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് ഒരു മീനും കൂടി പിടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച മീനുകൾ ഒട്ടും സഹകരിക്കുന്നില്ല. ലാസ്റ്റ് ട്രൈ, ബിക്കോസ് എനിക്ക് തല കറങ്ങി നല്ല പോലെ വയ്യാണ്ടാവുന്നുണ്ട്. ഞാൻ ഇവിടെ വീഴുന്നതിന് മുന്നേ ഞാൻ വീട് പിടിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം ഇതൊന്ന് കറക്റ്റ് ആക്കട്ടെ. ഓക്കെ, ഇനി ഇത് ലാസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കുറേ നേരം നിൽക്കും, പക്ഷെ ഇതിപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇത് ലാസ്റ്റ് ട്രൈ ആണ്. ഇതിൽ മീൻ പിടിക്കാൻ നമുക്ക് നോക്കാം. തീറ്റ പോയാ വന്നാൽ ഒന്നുകൂടി ലാസ്റ്റ് ട്രൈ. എനിക്ക് പോകാനും മനസ്സില്ല, പക്ഷെ എനിക്ക് വയ്യ, അതുകൊണ്ട് ലാസ്റ്റ് കറക്റ്റ് ഗൈസ്. ശരിക്കത്തെ ലാസ്റ്റ് ട്രൈ. ഇനി ഞാൻ ചൂണ്ടയിടില്ല, ഇത് ശരിക്കുള്ള ലാസ്റ്റ് ട്രൈ ആണ് കേട്ടോ. തീറ്റൊക്കെ തിന്നിട്ട് പോയി ഗൈസ്, ഞാൻ നിർത്തിയിട്ടാ. എനിക്ക് കൊത്തുന്ന അറിയാൻ പറ്റില്ല, എനിക്ക് വയ്യ ഗൈസ്. നമുക്ക് പിന്നെ വരാം ഗൈസ്. അങ്ങനെ നമ്മളിന്ന് ഒരു മീൻ പിടിച്ചു, ഒരു ആരലാണ്. എന്താ സംഭവം എന്നറിയില്ല. ഇനിയിപ്പോൾ അത് വലിയ പാമ്പാണെന്നൊന്നും അറിയില്ല. എന്തായാലും അത് പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് കിട്ടണമെന്ന്. പിന്നെ എനിക്ക് മീൻ പിടിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് തല കറക്കം വരുന്നുണ്ട് ഗൈസ്. ഇനി ഞാൻ വീട്ടിൽ പോയില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും തല കറങ്ങി വീഴും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും നമ്മൾക്ക് ഇനിയും കുറേ സ്പോട്ടിലേക്ക് പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ വയ്യായി ഒന്ന് മാറണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണേ ഗൈസ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി വരണം, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും നാളെ ഡോക്ടറുടെ അടുത്തൊക്കെ പോകണം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ 3 സ്പോട്ടിൽ വന്നു. ഇത് 3ാമത്തെ സ്പോട്ടാണ്. ഇവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു മീൻ കിട്ടി, ഒരു മീന് പോവുകയും ചെയ്തു. കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ ഗൈസ്. ആന പോകുന്നുണ്ട് മേലെ ഇതാ കണ്ടോ ആന പോണത്. ഒരു ആനയില്ല ഗൈസ്, 2 ആനയുണ്ട്. നമ്മൾക്ക് വെച്ച് പിടിക്കാന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് പതുക്കി പോകാൻ പറ്റുള്ളൂ. നോക്കട്ടെ. അയ്യോ, കണ്ടേ ഗൈസ്, വേറൊരു ആന ഇതാ കണ്ടോ, അത് വലിയ ആനൊരു ബാഗ് കാണിച്ചു പറഞ്ഞിട്ട് ആരൊന്നും പറയരുത്. ആനന്റെ ഫ്രണ്ട് കാണാൻ പറ്റുന്നില്ല ഗൈസ്, ഫുള്ള് ബ്ലോക്കാ. എന്നെ പോലെ ആർക്കെങ്കിലും ആനനെ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് പോകാൻ പേടിയാണ് കേട്ടാ, പക്ഷെ ഇങ്ങനെ പോണ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്ത് ഭംഗിയല്ലേ ശരിക്കും ആനകളിലേക്ക് കാണാൻ വേണ്ടിയിട്ട്. അയ്യോ, അവന്റെ കൊമ്പ് കാണുന്നുണ്ട്, വെള്ള കളർ, എന്ത് ഭംഗിയും. വലിയ മാലയൊക്കെ ഉണ്ട് അവന്. എടാ ഒന്ന് തിരിയോ, ഒരു സെൽഫി എടുക്കാം വാ. നമ്മുടെ ഫ്രണ്ടിലും മാന, ബാക്കിലും മാന. നമ്മള് നടുക്ക് നിൽക്കാനുണ്ട്. അയ്യോ, എന്റെ സംസാരം കണ്ടിട്ട് ആ അച്ചാച്ചനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീടെത്താറായി. അപ്പൊ ആനന്റെ ഫ്രണ്ട് കാണാൻ പറ്റില്ല തോന്നുന്നുണ്ട്. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, ആനന്റെ വീട്ടിൽ പോട്ടെ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാട്ടോ.